കുടുംബങ്ങൾ ചേർന്ന് ഇടവക കുടുംബമായിട്ട് മാറുന്നു എന്ന് നമ്മളിങ്ങനെ പറയാറുണ്ട് എങ്കിലും അത് പ്രത്യക്ഷത്തിൽ നേരിട്ട് കാണുവാനായിട്ട് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ള ഒരു സന്തോഷം, അതാണ് ഞാൻ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞത്. ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്ന കാര്യങ്ങൾ ഞാനിപ്പോഴിങ്ങനെ ഇവിടെ അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം പറയുമ്പോൾ നിങ്ങളത് കേൾക്കുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, മറിച്ച് കുടുംബമായിട്ട് ഒന്നിച്ച് അടുത്തിരുന്ന് കേൾക്കുകയാണ്. അപ്പോൾ ആ ഒരു ചിന്തയിലായിരിക്കണം നിങ്ങൾ കേൾക്കേണ്ടത്. കേൾക്കാത്ത കാര്യങ്ങളൊന്നും ഹീബ്രു പദം നെക്സാർ എന്ന് പറയുന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ശാഖ എന്നാണ്. ശാഖ നമ്മുടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായം കാണുന്നുണ്ട്. ജെസയുടെ കുട്ടിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും അല്ലേ. അപ്പോൾ അതൊരു അതാണ് ഞാൻ നസ്രത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കുടുംബത്തിന്റെ തുടക്കം എന്ന് പറയാം. നസ്രത്ത് ഒരു നമ്മൾ വിവാഹ ദിനം, നിങ്ങളുടെ വിവാഹ ദിനം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ? വിവാഹ ദിനം അത്താഴത്തിന് മുമ്പിൽ വൈദികരുടെ സാന്നിധ്യത്തിൽ വൈദികരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നുണ്ട് അല്ലേ? വിവാഹത്തിനായി നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനിങ്ങനെ പ്രസംഗത്തിലും ആമുഖത്തിലും ഒക്കെ പറയാറുണ്ട്, ഇതാ രണ്ട് കുടുംബങ്ങൾ, രണ്ട് വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ, രണ്ട് വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ ജീവിച്ച രണ്ട് വ്യക്തികൾ ഇന്നതാ രണ്ട് വഴികളിലൂടെ കടന്ന് ഒരു വഴിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പള്ളിയുടെ അത്താഴത്തിന് മുമ്പിൽ ഒരു വഴിയിൽ ആയിരിക്കുകയാണ്. ഇനി ഇവരെ തിരിച്ചിറങ്ങി പോകുന്നത് രണ്ട് വഴിയിലേക്കല്ല, മറിച്ച് ഒരു വഴിയിലൂടെ രണ്ടുപേരും എന്ത് ചെയ്യാൻ പോവുകയാണ്? യാത്ര ചെയ്യുവാനായിട്ട് പോവുകയാണ്. ഇത് നമ്മൾ കേട്ട് തുടങ്ങിയതാണ് നമ്മുടെ കുടുംബജീവിതം. ആണല്ലേ? അത്തരത്തിൽ ആരംഭിച്ച ഒരു കുടുംബജീവിതം. ഈ ആരംഭം എന്തിനു വേണ്ടിയായിരുന്നു? ഒരു കുടുംബം നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നമുക്കറിയാം,